എൻ്റെ പൊന്നു കൂട്ടുകാരെ രാവിലെ 8-ന്റെ ഒരു മണി കിട്ടി. ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറയുക കുളത്തൂപ്പുഴ അന്തർവാഹിനി വന്നു. ഇത് മറ്റേ വെള്ളത്തിനിട്ട് ഊളിയിട്ട് പോയി മിസൈൽ ആക്രമിക്കുന്ന അന്തർവാഹിനിയല്ല, കഴിക്കുന്ന അന്തർവാഹിനി. അന്തരാളങ്ങൾ മുഴുവനും എരിഞ്ഞു വഹിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നല്ല ഉണ്ടമുളകും വിനാഗിരി ഉപ്പും ഒക്കെ പുളിയൊക്കെ ചേർത്ത് നല്ല കിടുക്കാച്ചായിട്ട്. നിങ്ങൾ കണ്ടോ, വിറകടുപ്പിൻ്റെ പരിപാടി മാത്രമേ നമുക്കുള്ളൂ. മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വങ്കര 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 അസാധ്യം. ഫിഷ് എൻ്റെ പൊന്നു കൂട്ടുകാരെ രാവിലെ 8-ന്റെ ഒരു മണി കിട്ടി. ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറയുക കുളത്തൂപ്പുഴ അന്തർവാഹിനി വന്നെന്ന്. ഒന്നാതിപ്പോൾ നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയിലൊക്കെ നിൽക്കുകയാണല്ലോ, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ അന്തർവാഹിനി വന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന്. ചാടി പിടിച്ച് ഇവിടെ വന്നപ്പോഴല്ലേ പറഞ്ഞേ ഇത് മറ്റേ വെള്ളത്തിനിട്ട് ഊളിയിട്ട് പോയി മിസൈൽ ആക്രമിക്കുന്ന അന്തർവാഹിനിയല്ല, കഴിക്കുന്ന അന്തർവാഹിനിയെന്ന്. കിളി പോയോ? എൻ്റെയും കിളി പോയി. പക്ഷെ കഴിക്കുന്നൊരു അന്തർവാഹിനി ഇവിടെ ഉണ്ട്. നിങ്ങളത് കാണണ്ടേ, കഴിക്കണ്ടേ, രുചി അറിയണ്ടേ? വേണ്ടേ? ഇബാ നിങ്ങളോട് പറഞ്ഞ അന്തർവാഹിനിയില്ലേ, കാണിച്ചു തരാം, കഴിക്കാൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, അതിവിടെയാണ്, ഈ കാണുന്ന സന്തോഷ് ഹോട്ടൽ. ഇപ്പോഴും നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ കിടപ്പുണ്ട്, എന്താണ് ഈ അന്തർവാഹിനി, അതിൻ്റെ ഡീറ്റെയിലുകൾ ഞാൻ പറയാം. അപ്പോൾ ഈ സന്തോഷ് ഹോട്ടൽ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ, അതായത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര പട്ടണമായ കുളത്തൂപ്പുഴയുടെ ഹൃദയ ഭാഗത്തായിട്ട് 1967 മുതൽ ഇപ്പോഴും അതേപോലെ നിൽക്കുന്ന ഏകദേശം 58 വർഷത്തോളമായി ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്. ഈ ഹോട്ടലിൻ്റെ ഓണർ ചന്ദ്രൻ ചേട്ടൻ, നമുക്ക് പുള്ളിയെ ഡീറ്റെയിലായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നടന്ന അന്തർവാഹിനി. അപ്പോൾ ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞില്ലേ, അന്തർവാഹിനി കണ്ടിട്ടുണ്ടോ, അന്തർവാഹിനി കഴിച്ചിട്ടുണ്ടോ എന്ന്. ആ പറഞ്ഞ അന്തർവാഹിനിയാണ് ദേ നമ്മുടെ ചന്ദ്രമാമൻ്റെ കയ്യിലിരിക്കുന്നത്. നല്ല ഉണ്ടമുളകും വിനാഗിരി ഉപ്പും ഒക്കെ പുളിയൊക്കെ ചേർത്ത് നല്ല കിടുക്കാച്ചായിട്ടും അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ അന്തരാളങ്ങൾ മുഴുവനും എരിഞ്ഞ് വഹിച്ചുകൊണ്ട് പോകുന്ന ഐറ്റം. ടേസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ പറയാം. ഒരു ശകലം ഇട്ടേ. നല്ല എരിയുള്ളൊരൈറ്റം, നമ്മുടെ സന്തോഷ് ഹോട്ടലിലെ ഫേവറേറ്റ് ഐറ്റമാണ്. ഇവിടെ വന്ന് ആഹാരം കഴിച്ചവർ എന്തൊക്കെ മറന്നാലും അന്തർവാഹിനി മറക്കത്തില്ല. അതാണ് നമ്മുടെ ഈ ഒരു ഐറ്റം. കിടക്കാച്ചി കേട്ടോ. അന്തർവാഹിനി കഴിച്ചിട്ട് നല്ല എരിവുണ്ട്, അതുകൊണ്ട് മാറിയിട്ടില്ല വായില്ലേ. അപ്പോഴാണ് അടുത്ത ഐറ്റം. ഒരു കാര്യം ഓർക്കുക, ഇവിടുത്തെ ഐറ്റംസൊക്കെ ഒരു എരിയും പൊളിയും ഒരുപടി മുമ്പിലാണ്. ഇതെന്ന് പറഞ്ഞാൽ സാലഡ്. ഒരു ചെമ്മട ഐറ്റം ഇതിനകത്ത് ചേരുന്നുണ്ട്. സവാളയുണ്ട്, ബീട്രൂട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, ഉണ്ടമുളകിൻ്റെ പീസുണ്ട്, വിനാഗിരിയും നാരങ്ങ നീരും, ഇതെല്ലാം കൂടെ ചേർത്തൊരു മിക്സിങ്. ഏകദേശം 2-3 ബേസൺ ഐറ്റമാണ് ഒരു ദിവസം ഊണിന് വേണ്ടിയിട്ട് മാത്രം ചിലവാകുന്നത്. അപ്പോൾ അതെ ഈ ഐറ്റം എന്താണെന്നറിയാമോ? പോത്തിറച്ചി. അതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഏകദേശം 15 കിലോ പോത്തൊക്കെയാണ് ചിലവാകുന്നത്. പിന്നെ നമ്മുടെ പാവയ്ക്ക റൗണ്ടിൽ അരിഞ്ഞ തോരനാണ് കേട്ടോ ഊണിൻ്റെ കൂടെ. പിന്നെ ഇത് നമ്മുടെ മീൻകറിക്കുള്ള മസാല ഐറ്റംസ് എല്ലാം ചേർത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി തലയും കഷ്ണങ്ങളും വീഴും.
തലക്കറി ഇടാൻ വേണ്ടിയിട്ടുള്ള ബാക്കി അൻസാരികളെല്ലാം ചേർന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും വിറകടുപ്പിലാണ് പാചകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം തോന്നുന്നു, എന്നും അങ്ങനെ നടക്കുമോ, എല്ലായിടത്തും അങ്ങനെയാണെന്ന്. നിങ്ങൾ കണ്ടോ, വിറകടുപ്പിൻ്റെ പരിപാടി മാത്രമേ നമുക്കുള്ളൂ. ഇനി ഇത് നാടൻ ചിക്കൻ പെരട്ട്. അപ്പോൾ വിചാരിക്കും തിരുവനന്തപുരക്കാർ മാത്രം സ്വത്തല്ലേ ചിക്കൻ പെരട്ട്. ഒരിക്കലുമല്ല. ആഹാരം കഴിക്കാൻ ഇഷ്ടത്തോടെ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഏത് വിഭവവും കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെ, മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വങ്കട കട്ട് ചെയ്ത് ദേ ഓരോന്നായിട്ട് ഇങ്ങനെ സുജാചിച്ച് അതിനകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഗ്രേവിയുടെ മണം നല്ലതായിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്തായിട്ട് വങ്കട മുട്ടൻ പീസുകൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഉഗ്രൻ ചൂടാണ് ഈ അടുക്കള കേട്ടോ. ഓ, സമ്മതിക്കണം. ചോറ് കയറി കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ഇരിക്കുന്ന ചെറിയ ഈർപ്പം കൂടെ പൈ കഴിയുമ്പോഴത്തേന് വേറെ പാത്രങ്ങളിലേക്ക് മാറ്റും. അവിടെ നിന്ന് തന്നെ ബേസിൽ കോരിയാണ് നമ്മുടെ ഇലകളിലേക്ക്. അപ്പം പാചകം ചെയ്യുന്നതെല്ലാം കണ്ടു, എന്തൊക്കെ ഐറ്റമാണെന്ന് കണ്ടു. അപ്പം ഇനി ഇത് കഴിച്ചിട്ടുള്ള അഭിപ്രായം അറിയണ്ടേ? ഇപ്പം തരാം. ഒരു 5 അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഐറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കപ്പ. ഇവിടെ ഇപ്പോൾ ഊണ് ബാക്കി ഐറ്റംസൊക്കെ റെഡിയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് കപ്പയും പോത്തിറച്ചിയാണ്. അപ്പോൾ നമുക്കും അത് തന്നെ പിടിക്കാം. അതെ ചിക്കൻ പരട്ട്, നാടൻ ചിക്കൻ പരട്ട്, പോത്ത്. കണ്ട, ഇത് മങ്കട മീൻകറി. ഇത് രണ്ടും പെരട്ട് ഐറ്റമായിട്ട് കപ്പയ്ക്ക് മീൻകറിയുടെ ഒരു ഗ്രേവിയിൽ ഒരലങ്കാരപ്പണി നടത്താം. എന്നിട്ട് ആ കപ്പ ഒരു ശകലം മുറിച്ചിട്ട് ആദ്യം മീൻകറിയുടെ ടേസ്റ്റ് തരാം. നല്ല എരിയും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അന്തർവാഹിനി എത്തി ശകലം. നേരത്തെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി എൻ്റെ അണ്ടകടാകം മുഴുവനും എരിഞ്ഞതാണ്. അവിടെ വെയിറ്റ് ചെയ്യട്ടെ, കൂട്ടത്തിലൊരു പണി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പോത്ത് ഫ്രൈ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പോത്തിൻ്റെ കഷ്ണം ഇച്ചിരി കപ്പയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തില്ല സലാഡ്, അതുകൂടെ ചേർത്ത് ഒരു ബോൾ പരുവത്തിലേക്ക്, കറിവേപ്പൊക്കെ കൊണ്ട് കളയാനില്ല, എരിയും പുളിയും എല്ലാം കൂടെ ചേർന്ന് ഒരു അസാധ്യ ടേസ്റ്റ്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മാത്രം സ്വത്തായിരുന്നു. ഇപ്പോൾ ഇതില്ലാത്ത ജില്ലകളില്ല. നാടൻ ചിക്കൻ പരട്ട്. ഇവരുടെ ഒരു മസാല കൂട്ടുണ്ടല്ലോ, അതൊരു വല്ലാത്ത ടേസ്റ്റാണ്. എരി ഒരു പൊടിക്ക് മുമ്പിലാണെങ്കിലും ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പല ഹോട്ടലുകളും ചിക്കൻ ഫ്രൈ, ചിക്കൻ പരട്ട്, അങ്ങനെ ചിക്കൻ്റെ കുറേ ഐറ്റംസ്, ബീഫ് ഫ്രൈ, ബീഫ് കറി, ബീഫ് റോസ്റ്റൊക്കെ കിട്ടുമെങ്കിൽ ഈ പോത്ത് റോസ്റ്റ്, പോത്ത് ഫ്രൈ എല്ലാ കടകളിലും കിട്ടത്തില്ല. അപ്പോൾ അതെ, മങ്കട കട്ട വെയിറ്റിംഗ് ആണ്. എല്ലാം അടപ്പിൽ നിന്ന് വന്നുകൊണ്ട് നല്ല ചൂടുണ്ട്. പിന്നെ ചൂടോടെ കഴിച്ചാലേ ഇതിൻ്റെ ആ രുചി അതേപോലെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇന്നാളെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, തലേന്നത്തെ ബീഫ് എടുത്ത് വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ കിലോറിയോ മൈലേജോ അതിൻ്റെയൊക്കെ കൂടുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്നതിനകത്ത് അങ്ങനെ വേർതിരിവ് കാണിച്ചിട്ട് വല്ലതുമുണ്ടോ? ഒരു നാൾ ജനിച്ചാൽ ഒരു നാൾ മരിക്കും. അങ്ങനെ പേടിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ പറഞ്ഞ് വാരി വലിച്ച് തിന്നരുത്. എവിടെ കിട്ടിയാലും തേടിപ്പോയാൽ കഴിച്ചേക്കണം.
ജീവിതം ഒന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കപ്പയ്ക്കകത്ത് മുക്കി ശകല അന്തർവാഹിനി കഴിക്കാം. ഈ വാഴയുടെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഈ മുളകിൻ്റെ എരി നമുക്ക് മൂക്കി കിട്ടും. നല്ല എരിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ കിടന്ന് അഭിനയിക്കുകയാണെന്ന്. ഒരിക്കലും അല്ല. ദേ കണ്ടോ, അപ്പുറത്തിരുന്ന് ചേച്ചി കഴിച്ചിട്ട് കാണിച്ചത്. നാടൻ കോഴി നന്നായി വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. കാര്യം മാംസം പറഞ്ഞു വരും, ഒരു പാടുമില്ല. സാധാരണ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് മസിൽ പിടിക്കുന്ന ഇനമാണ് നാടൻ കോഴി. എന്ന് പറഞ്ഞാൽ വിറകടുപ്പിനെ നല്ല ചൂടി നിന്നിട്ട് അളിയന്മാരെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ രുചി ആഹാ. മീൻകറിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അവസാന റൗണ്ട് ഓട്ടമാണ് നമ്മുടെ മാരത്തോണിൻ്റെ. പോത്ത് എന്ത് രസമെന്നറിയോ, കൊച്ചുള്ളിയും തേങ്ങാക്കുത്തും എല്ലാം കൂടെ. ഓ, അപ്പോൾ നിങ്ങൾ ഈ വേനൽ അവധിക്ക് കറങ്ങാനായിട്ട് തെമ്മല, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴയൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ തന്നെയുള്ള നമ്മുടെ സന്തോഷ് ഹോട്ടലിൽ കയറി ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാനൊന്ന് പറയാം. കപ്പയ്ക്ക് 50 രൂപയാണ് ഒരു പ്ലേറ്റ്. നാടൻ ചിക്കൻ വരട്ട് 150, പോത്ത് ഫ്രൈ 140, പിന്നെ മീൻ കറിയും മീൻ വറുത്തതല്ല 60 രൂപ. ഊണിനും അതേ റേറ്റാണ്. പക്ഷേ ഇവിടുത്തെ രുചിയുണ്ടല്ലോ, അതിന് എത്ര പൈസ കൊടുത്താലും കിട്ടത്തില്ല. അമ്മാതിരി ഐറ്റമാണ്, പ്രത്യേകിച്ച് അന്തർവാഹിനി. ഫിലെ ഫിഷ്. മീൻകറിയും ബീഫ് കൂടെ ആകുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. ആരൊന്നും വേസ്റ്റാക്കരുത്. പ്രത്യേകിച്ച് ഞാൻ കഴിക്കുമ്പോൾ അങ്ങനത്തെ പരിപാടിയില്ല. ആഹാ, ഇയാളുടെ പണി കഴിഞ്ഞു. നമുക്ക് വേണ്ട ഇച്ചിരി മീൻകറി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കുടംപുളിയെ ഇട്ടതുകൊണ്ട് ആ പുളി നന്നായിട്ട് മീൻകറി പിടിച്ചിട്ടുണ്ട്. ഈ കണ്ണരിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, നേരത്തെ കഴിച്ച അന്തർവാഹിനിയുടേതാണ്. എന്താ ചന്ദ്രൻ കൊച്ചാട്ടാ, ഇങ്ങനെങ്ങ് അന്തർവാഹിനി കൊടുക്കരുത് കേട്ടോ. ലാസ്റ്റ് ബോൾ. ചിലവർക്ക് ഈ വിരൽ നിൽക്കുന്നതും കൈ നിൽക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ശാസ്ത്രീയ വശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കഴിച്ച ആഹാരമെല്ലാം നമ്മുടെ ഈ കൈകളിലുണ്ട്. ലാസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേ അതിന് വല്ലാത്ത ടേസ്റ്റാണ്. പരിപൂർണത എന്നൊക്കെ പറയും. അപ്പോൾ ദേ നമ്മൾ പരിപൂർണതയിലെത്തി. ഇല ദേ മടക്കുന്നു. സ്റ്റാർട്ട് ആക്ഷൻ.